Hello friends, Amazon 𝘂𝘂𝘄𝘄𝘄 card കുറേ പേർക്ക് എടുക്കണമെന്നുള്ളൊരു വൺ ഓഫ് ദ ക്രെഡിറ്റ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ഭയങ്കര ഡിമാൻഡുള്ള അല്ലെങ്കിൽ ഒരു ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു ക്രെഡിറ്റ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ പോരാതെ തന്നെ ലൈഫ് ടൈം ഫ്രീ കാർഡാണ്. ഐസിഐസിഐ ബാങ്കിൻ്റെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു കാർഡാണ്. അതുപോലെ തന്നെ നമുക്ക് ആമസോണിൽ ഉപയോഗിക്കുമ്പോൾ 5% ക്യാഷ് ബാക്ക് കിട്ടുന്ന കാർഡാണ്. അങ്ങനെ കുറേ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ പേര് നമ്മളോട് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ചോദിക്കുന്നതാണ് എനിക്ക് ഈ കാർഡ് എങ്ങനെ കിട്ടുക, എങ്ങനെ അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇത് ഓൾറെഡി ഒരു പ്രീ അപ്രൂവൽ കാർഡാണ്. അതായത് നിങ്ങൾ ആമസോൺ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആമസോണിൽ കാണിക്കണം. അതായത് നിങ്ങൾക്ക് ഈ ആപ്പ് എന്താ പറയുക, നമ്മൾ ഉപയോഗിക്കുന്ന കാർഡ് നമ്മൾ എലിജിബിൾ ആണെങ്കിൽ നമ്മുടെ ആപ്പിൽ കാണിക്കും, ആമസോൺ ആപ്പിൽ കാണിക്കും. ഇത് നിങ്ങൾ എലിജിബിൾ ആണ്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഞാൻ അപ്ലൈ ചെയ്ത ടൈമിലേക്ക് എനിക്ക് 1500 രൂപയുടെ ആമസോൺ പേ ബാലൻസ് ഒക്കെ നമുക്ക് കിട്ടിയിരുന്നത് അപ്രൂവ് ആയിപ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു പ്രീ അപ്രൂവൽ കാർഡാണ്. അതായത് നിങ്ങൾക്ക് അപ്രൂവൽ വന്നിട്ടില്ലെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. അതും മാത്രമല്ല, നിങ്ങൾക്ക് പ്രീ അപ്രൂവൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് എന്താ പറയുക 50% അല്ലെങ്കിൽ ഒരു 100% ഈ കാർഡ് കിട്ടുന്ന ഉറപ്പില്ല. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ പോയിന്റ്സ് നോക്കണം നിങ്ങൾ ഈ കാർഡ് അപ്ലൈ ചെയ്യാനായിട്ട് മുമ്പ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെ ഈ കാർഡിൻ്റെ അപ്രൂവൽ റേറ്റ് കൂട്ടാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ പുതിയ ചാനലാണ്, സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. നമ്മുടെ മെയിൻ ചാനൽ കാണാത്ത പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നല്ല മഴയാണ് കേട്ടോ, ഭയങ്കര മഴയാണ്. സൗണ്ട് കാരണമൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കേണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് നമ്മൾ അവൈലബിൾ ആണ്. പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സേജ് ഓപ്ഷൻ കിട്ടും, നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളിലൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ കാർഡ് കാണിച്ചു തരാം. അതിൻ്റെ കാർഡ് കാണിച്ചു തരണമെങ്കിൽ കുറച്ച് പ്രശ്നമാണ്. ഇത് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ സംഭവമാണ് കേട്ടോ. കാർഡ് നിറഞ്ഞു. ഞാൻ എൻ്റെ ഓൾമോസ്റ്റ് ഒരു 40 ക്രെഡിറ്റ് കാർഡ്സുകളുണ്ട്. അതിൽ ഞാൻ 18 ഉപയോഗിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതിലെല്ലാം ക്ലോസ് ചെയ്ത കാർഡുകളല്ല, ഞാൻ ആമസോൺ കാർഡൊക്കെ ഇതിലെടുത്ത് വെച്ചൊക്കെയാണ്. അപ്പോൾ വൺ കാർഡൊക്കെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ വൺ കാർഡാണത്, കണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ വൺ കാർഡാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതിലെടുത്ത് വെച്ചൊക്കെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ റെഗുലറായിട്ട് എടുത്ത് കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതെൻ്റെ ഐസിഐസിഐ ബാങ്കിൻ്റെ എക്സ്പ്രഷൻ കാർഡാണ്. ഈ ഐസിഐസിഐ ബാങ്കിൻ്റെ കാർഡ് കാണിച്ചു തരാൻ കുറച്ച് പാടാണ്. എന്ന് വെച്ചാൽ എല്ലാ ഡീറ്റെയിൽസും ഫ്രണ്ടിലാണ്. ഇത് നമ്മുടെ എക്സ്പ്രഷൻ കാർഡാണ്. നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ കാര്യങ്ങളൊക്കെ ഇടാം. എവിടെ നമ്മുടെ ആമസോൺ കാർഡ് കാണാമല്ലോ, ആമസോൺ കാർഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആമസോൺ കാർഡ്. ഇത് ഞാൻ കവർ ചെയ്തിട്ട് പിടിക്കണമെങ്കിലാണ് ഏറ്റവും പുലിവാല്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ടിലെ ഡീറ്റെയിൽസ് ഫുള്ള്. ഇതാണ് നമ്മുടെ ആമസോൺ ഐസിഐസിഐ കാർഡ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് എടുക്കാം, ഇത് എങ്ങനെ എനിക്ക് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞുതരാം. എനിക്കിത് ഓൾമോസ്റ്റ് 2 വർഷം റിജക്റ്റ് ആയിട്ട്, അത് വേറെ കാര്യം. അപ്പോൾ നിങ്ങളെ ഓൾറെഡി അറിയേണ്ടായിരിക്കും. എൻ്റെ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ 40 ക്രെഡിറ്റ് കാർഡ്സുകളുണ്ട്. അത് തന്നെ ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ട് കാർഡ് എടുക്കുന്നത്, അതായത് ക്രെഡിറ്റ് കാർഡ് എനിക്ക് കിട്ടുന്നത് നമ്മുടെ ബജാജ് RBL കാർഡാണ്. അതായത് എനിക്ക് ഒരു 6 to 7 years ആയിട്ടുണ്ടെന്നുണ്ട് ആ കാർഡ് കിട്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു ആമസോണിൻ്റെ കാർഡ് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു 20ാമത്തെ കാർഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ആമസോൺ 𝘂𝘂𝘄𝘄𝘄 കാർഡിൻ്റെ. അപ്പോൾ എന്നിട്ട് എനിക്ക് റിജക്റ്റായി, 3 വട്ടം റിജക്റ്റായി, 2 വട്ടം റിജക്റ്റായി, 3ാമത്തെ വട്ടം അപ്രൂവ് ആയി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് സംഭവമൊക്കെ ഞാൻ പറഞ്ഞുതരാം. എന്താ ചെയ്യേണ്ടത്, എന്താ പറയുക, ടിപ്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് 100% ആയിട്ട് വർക്ക് ചെയ്യണമെന്നില്ല, അത് ചിലവർക്ക് വർക്ക് ചെയ്യാണ്ടൊന്നുമില്ല, അത് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും മെജോറിറ്റി ആൾക്കാർക്ക് ഇത് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയാൻ പോകുന്നത്, നിങ്ങളൊരു അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ഓൾറെഡി ആയിരിക്കും ഇത് പ്രീ അപ്രൂവൽ കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ ആമസോൺ ആപ്പിൽ നിങ്ങൾക്ക് ഈ കാർഡിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അപ്ലൈ ആവുന്ന ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ടത് നിങ്ങളുടെ സിബിൽ സ്കോറാണ്. നിങ്ങളുടെ സിബിൽ സ്കോർ 750 above ആണോ, ചാടിക്കയറി അപ്ലൈ ചെയ്യാം. 750 ഒരു 700-730 താഴേക്ക് ആണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ അപ്ലൈ ചെയ്യേണ്ടാവില്ല. എന്ന് വെച്ചാൽ റിജക്റ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ കാർഡ് എന്ന് പറയുന്നത് ഫുള്ളി എൻ്റയർലി ബേസ്ഡ് ഓൺ സിബിൽ സ്കോർ മാത്രമായിട്ട് അവർ നോക്കുന്നത്. ചില ആൾക്കാർ സിബിൽ സ്കോർ കുറഞ്ഞുള്ള ആൾക്കാരോട് ഇൻകം പ്രൂഫ് ചോദിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ മെജോറിറ്റി ആൾക്കാരും സിബിൽ സ്കോർ അല്ലെങ്കിൽ സിബിൽ സ്കോർ മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ, ഇൻകം പ്രൂഫ് കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. ഇപ്പോൾ എൻ്റെ കാര്യമാണെങ്കിൽ നമുക്ക് ഡോക്യുമെൻറ്റ്സ് ഒന്നും ആവശ്യം വന്നിട്ടില്ല. പ്രത്യേകിച്ച് നമ്മുടെ ആ അപ്ലൈ ചെയ്യുന്ന ഏരിയയിൽ കാണിക്കും നോ ഇൻകം പ്രൂഫ് റിക്വയർമെൻറ്റ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, ചാടിക്കയറി അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ സിബിൽ സ്കോർ 750 above ഉണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ KYC ഡീറ്റെയിൽസ്, അതായത് നിങ്ങളുടെ പിൻകോഡ് സർവീസബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ മറക്കണ്ട. ഐസിഐസിഐ ബാങ്ക് ആയതുകൊണ്ട് തന്നെ മെജോറിറ്റി പ്ലേസിലും ഇത് സർവീസബിൾ ആണ്. പക്ഷേ എന്നാലും സർവീസബിൾ അല്ലാത്ത ഏരിയാസുകളുണ്ട്. അപ്പോൾ ഐസിഐസിഐ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് സർവീസബിൾ ഏരിയ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ പിൻകോഡ് അത് അവരുടെ സർവീസ് സെൻറ്റർ ത്രൂ നിങ്ങൾക്ക് നോക്കാം. എന്താ വെച്ചാൽ ചുമ്മാ ഒരു എൻക്വയറി ഉണ്ടല്ലോ, വെറുതെ ഹാർഡ് എൻക്വയറി പോയി കഴിഞ്ഞാൽ നമ്മുടെ സിവിൽ സ്കോറിനെ ബാധിക്കും. അപ്പോൾ ചുമ്മാ എൻക്വയറി ചെയ്തിട്ട് അത് റിജക്റ്റ് ആയിട്ട് നമ്മുടെ സിവിൽ സ്കോറിനെ കുറയ്ക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു കാർഡ് റിജക്റ്റ് ആയിക്കൊണ്ട് സിവിൽ സ്കോർ കുറയുന്നില്ല എന്നല്ല, പക്ഷേ കുറേ ഹാർഡ് എൻക്വയറീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സിവിൽ സ്കോർ കുറയും. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇൻകം പ്രൂഫ് വേണ്ടാന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങളുടെ സിവിൽ സ്കോർ 750 മുകളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചാടിക്കറി അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങളുടെ KYC ഡീറ്റെയിൽസും അതുപോലെ തന്നെ അഡ്രസ് ഡീറ്റെയിൽസും അതുപോലെ എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എൻ്റെ കുഴപ്പം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഓൾമോസ്റ്റ് 2 റിജക്റ്റായി.
പിന്നെ കുറച്ച് ടിപ്സുകളോട് ഞാൻ പറയാം. എൻ്റെ 2 പ്രാവശ്യം റിജക്റ്റായി. ഞാൻ 2 പ്രാവശ്യം കൊടുത്തത് നമ്മുടെ എൻ്റെ എംപ്ലോയ്മെൻറ്റ് ഏരിയയിലേക്ക് ഉള്ള ഡെലിവറി ഇതിലേക്കാണ് ഞാൻ കൊടുത്തത്. അതായത് നമ്മുടെ കാർഡ് ഡെലിവറി ചെയ്യേണ്ടത് എംപ്ലോയ്മെൻറ്റ് അഡ്രസ്സിലേക്കായിരുന്നു കൊടുത്തത്. അങ്ങനെ കൊടുക്കുമ്പോൾ മെജോറിറ്റി പ്ലേസിലേക്കും ഇത് റിജക്റ്റ് ആവുന്നുണ്ട്. അതായത് നിങ്ങളുടെ റെസിഡൻസ് കൊടുക്കാൻ മറക്കണ്ട. എന്താ വെച്ചാൽ റെസിഡൻസ് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പ്രയോറിറ്റി കിട്ടും. അതുപോലെ തന്നെ ഇവർ ICICI ബാങ്കും HDFC ബാങ്കും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് അവരുടെ എന്താ പറയുക ഹൗസ് വെരിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർക്ക് മാത്രമാണ് എംപ്ലോയ്മെൻറ്റ് വെരിഫിക്കേഷൻ ചെയ്യുന്നുള്ളൂ. ഹൗസ് വെരിഫിക്കേഷൻ മെജോറിറ്റി ആൾക്കാർക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹൗസ് അഡ്രസ്സ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അത് ശ്രദ്ധിക്കാൻ മറക്കണ്ട. നിങ്ങളുടെ കാർഡ് ഡെലിവറി അവർ എവിടേക്കാണ് വേണ്ടതെന്ന് ചോദിക്കും. എന്താ പറയുക എംപ്ലോയ്മെൻറ്റ് അഡ്രസ്സിലേക്കാണ് വേണ്ടത് അതോ റെസിഡൻസ് അഡ്രസ്സിലേക്കാണ് വേണ്ടത്. അപ്പോൾ അതിൽ റെസിഡൻസ് കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. അത് മെയിൻ പോയിൻ്റാണ്. മെജോറിറ്റി ആൾക്കാർക്ക് അത് റിജക്റ്റ് ആവുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ഒരു 10% എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ നിങ്ങളൊരു പ്രൈം മെമ്പർ ആണെങ്കിൽ കുഴപ്പമില്ല. പ്രൈം മെമ്പർ അല്ലെങ്കിൽ നിങ്ങളൊരു അറ്റ്ലീസ്റ്റ് ഒരു മാസത്തേക്കോ 2 മാസത്തേക്കോ 3 മാസത്തേക്കോ ഇങ്ങനെ ഒരു പ്രൈം മെമ്പർഷിപ്പ് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് അപ്ലൈ ചെയ്തപ്പോൾ ഞാൻ പ്രൈം മെമ്പർ ആയിരുന്നില്ല കേട്ടോ. സിവിൽ സ്കോർ പക്ഷേ എന്നാലും എനിക്ക് ഉണ്ടായിരുന്നു. എനിക്ക് 745 സംതിങ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ റിജക്റ്റ് ആയി. വേറെ കാര്യം ഞാൻ പ്രൈം മെമ്പർ ആയിരുന്നില്ല. 2ാമത്തെ പ്രാവശ്യം പ്രൈം മെമ്പർ ആയിരുന്നില്ല. ഞാൻ 3ാമത്തെ പ്രാവശ്യം അപ്ലൈ ചെയ്തപ്പോൾ ഞാൻ ചുമ്മാ ഒരു 3 മാസത്തെ പ്രൈം മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആക്ച്വലി ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അതിൻ്റെ ബേസിസിൽ എനിക്ക് സാധനം പെട്ടെന്ന് അപ്രൂവലായിട്ട് കിട്ടിയിട്ട്. അത് മാത്രമല്ല എനിക്ക് സിബിൽ സ്കോർ 750 ആ റേഞ്ചിൽ തന്നെ ഉണ്ടാകുന്നുള്ളൂ. പക്ഷേ അപ്രൂവലായിട്ട് കിട്ടി. നോ ഇൻകം ഡോക്യുമെൻറ്റ്സ് സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല. ഹൗസ് വെരിഫിക്കേഷൻ ഉണ്ടായിരുന്നു, ടെലിഫോൺ വെരിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അതൊന്നും ഉണ്ടാകുന്നില്ല. ബാക്കിയൊക്കെ സെയിം ആണ്. നിങ്ങളിത് ഈ വെരിഫിക്കേഷൻ കോളോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കൊടുത്ത അഡ്രസ്സ് തന്നെ പറയാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറൻസ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ റിജക്റ്റ് ചെയ്യും. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ മറക്കണ്ട. നമ്മുടെ KYC ഡീറ്റെയിൽസ് മിസ്മാച്ച് ആയി കഴിഞ്ഞാൽ അത് വൺ ഓഫ് ദ ബെസ്റ്റ് റീസണാണ് നമുക്ക് കാർഡ് റിജക്റ്റ് ആവാൻ. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കാൻ മറക്കണ്ട. അപ്പോൾ സിബിൽ സ്കോർ നോക്കാൻ മറക്കണ്ട, പിൻകോഡ് നോക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ കാർഡ് അഡ്രസ്സ് ഡെലിവറി കൊടുക്കുമ്പോൾ അത് റെസിഡൻസ് അഡ്രസ്സായിട്ട് കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. ഇതൊക്കെ മെയിൻ പോയിൻറ്റ്സ് ആണ്. ഇതുകൊണ്ട് തന്നെ ഇത് റെസിഡൻസ് അഡ്രസ്സ് കൊടുത്തവർക്ക് അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് അഡ്രസ്സ് കൊടുത്താൽ റിജക്റ്റ് ആവണമെന്ന് നിർബന്ധമല്ല. ഞാൻ പറയുന്നത് നമുക്ക് പോസിബിലിറ്റി കൂടുതലാണ്. അതാണ് ഞാൻ പറയുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ മെജോറിറ്റി ആൾക്കാർക്ക് ഇതുകൊണ്ട് തന്നെ റിജക്റ്റ് ആയിട്ടുണ്ട്. അത് ഞാൻ പറയുന്നത്. അല്ലാണ്ട് ഇത് എംപ്ലോയ്മെൻറ്റ് അഡ്രസ്സ് കൊടുത്തിട്ട് അവർക്ക് ഡെലിവറി ആയിട്ടുണ്ട്. അത് വേറെ കാര്യം. അത് ഞാൻ പറയുന്നത് പോസിബിലിറ്റി കൂടുതലുള്ള കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഈ പോയിന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെജോറിറ്റി സംഭവം കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്കിത് എന്താ വെച്ചാൽ നമ്മുടെ ഈ ആമസോണിൽ വരുന്നത് കൊണ്ട് തന്നെ അത് പ്രീ അപ്രൂവലാണ്. പ്രീ അപ്രൂവൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു 50 to 60% തന്നെ നമുക്ക് നോർമലി അപ്രൂവ്ഡ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെൻറ്റ്സോ അല്ലെങ്കിൽ KYC ഡീറ്റെയിൽസോ മിസ്മാച്ചോ അല്ലെങ്കിൽ സിവിൽ സ്കോറിൻ്റെ ബാധകമായിട്ട് നമ്മുടെ റിജക്റ്റ് ആവുന്നത് കൊണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് റിജക്റ്റ് ആവേണ്ട റീസൺസാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട റീസൺസാണ് നമ്മളിപ്പോൾ പറഞ്ഞു പോയത് കേട്ടോ. അപ്പോൾ ഈ പോയിന്റ്സ് മറക്കണ്ട. അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് സംഭവങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലും അവൈലബിൾ ആണ്. പേജ് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് മെസ്സേജ് കിട്ടും. ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ മൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ മെയിൻ ചാനൽ കാണാത്തവർ കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.